വരൂ വരൂ. നമസ്കാരം. ഞാൻ താമസിച്ചില്ലല്ലോ അല്ലേ? ഏയ്, കൃത്യസമയത്താ എത്തിയത്. ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇതാണ് അച്ഛൻ. അച്ഛ വിനു. എനിക്കറിയാം, വിനു മോഹൻ അറിയാത്ത ഏത് മലയാളികളാ ഉള്ളത്? വിനു ഷൂട്ടിലായിരിക്കും പറഞ്ഞുകൊണ്ട് വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നാളെ എന്തായാലും കല്യാണത്തിന് വരാൻ പറ്റില്ലല്ലോ. അപ്പോ ഇന്ന് എന്തെങ്കിലും ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഡയറക്ടറോട് ചോദിച്ചു. പുള്ളി ഓക്കെ പറഞ്ഞു. അതാ വരാൻ പറ്റിയേ. അതേതായാലും നന്നായി. വന്നല്ലോ, സന്തോഷമായി. എന്താ ഇവൾ എന്റെ മുഖത്ത് മഞ്ഞൾ തേക്കണ്ട. ഇന്നൊരു സന്തോഷ ദിവസമല്ലേ, ചടങ്ങിൽ അവളും പങ്കെടുക്കട്ടെ.
ആരുടെയും സങ്കടം ശാപമാവണ്ട. വേഗം തേച്ചിട്ട് പൊടി. അമ്മേ, എനിക്ക് മുഖം ചൊറിയുന്നു. അത് വല്ല കൊതുകും കടിച്ചതാവും. അല്ലമ്മേ, മുഖം മുഴുവൻ ചൊറിയുന്നു. എനിക്കൊന്ന് മുഖം കഴുകണം. ഞാൻ ഒന്ന് മുകളിലോട്ട് പോട്ടെ. ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോ നീ പോയാൽ എന്ത് ചെയ്യും? നിനക്ക് മുഖം കഴിയാൻ പോരെ? ഞാൻ ഒരു വഴിയുണ്ടാക്കും. ഗംഗേ, കുറച്ച് വെള്ളം കൊണ്ടുവാ. അമ്മേ, ആ മഞ്ഞളെടുത്തൊന്ന് കാണാം അമ്മേ. എനിക്ക് ചൊറിഞ്ഞു വയ്യ. എന്തിനത് മാറ്റുന്നത്? ശ്രേയക്ക് ചൊറിയുന്നു. അയ്യോ, അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മുഖം ഞാനിപ്പോ മാറ്റി പൊളിക്കും. എനിക്ക് പറ്റുന്നില്ല അമ്മേ. വേഗം എന്തെങ്കിലും ചെയ്യ്. മുഖം കഴുകാൻ വെള്ളം എവിടെ? വേഗം കൊണ്ടുവാ. വേഗം മുഖം കഴുക. ആ, ഉഫ്, ഉഫ്. അയ്യോ, നീറുന്നു. അമ്മേ, എന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. എനിക്ക് വയ്യ. ഏയ്, നീ എന്ത് വിഷം ചേർത്താടി മഞ്ഞൾ കലക്കിയത്? എന്റെ മോളെ കൊല്ലം ചെയ്താണോ നീ? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എന്തിനാ ഇങ്ങനെ തല്ലണേ? ഓടി. ഇവളെ തല്ലിയല്ല, കൊല്ലിയാ വേണ്ടത്. എന്റെ മോളുടെ മുഖം കളയാൻ ശ്രമിച്ച് ഇവളെ കൊല്ലിയാ വേണ്ട. അതിന് ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്താ എന്താ ഇവിടെ? മഹി, നിന്റെ വീട്ടിൽ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഈ പാവം പെൺകുട്ടിയെ ഇങ്ങനിട്ട് തല്ലുന്നത് എനിക്ക് കണ്ടു നിൽക്കാനൊന്നും പറ്റുന്നില്ല. അവളത്ര പാവമൊന്നുമല്ല. ഞാൻ അവളെ തല്ലിയത് അവള് തെറ്റ് ചെയ്തിട്ടാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മഹിയേട്ട. മഹി, ഈ കുട്ടി നിന്റെ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്തോ വൈരാഗ്യമുള്ള പോലെ ഈ കുട്ടിയോട് പെരുമാറുന്നത്. ഇവിടെ ആർക്കും ആരോടും വൈരാഗ്യമൊന്നുമില്ല. പക്ഷേ ഇന്ന് മഞ്ഞൾ അരച്ചതും അത് കലക്കി വെച്ചതും ഗംഗയാ. അതുകൊണ്ട് ശ്രേയയ്ക്ക് അലർജി ഉണ്ടായപ്പോ അത് ഗംഗ ചെയ്തതാവൂന്ന് ഹൈമാവതി ചിന്തിച്ചതിൽ എന്താ തെറ്റ്? അങ്ങനെ ചിന്തിച്ചത് തെറ്റൊന്നുമില്ല. ഈ കുട്ടിയാണ് തെറ്റ് ചെയ്തതെന്ന് എന്താ ഉറപ്പ്? അഥവാ തെറ്റുകാരി ആണെങ്കിൽ തന്നെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ കാണിച്ചതും തെറ്റല്ലേ? ഒരുപക്ഷെ ഒരു തെറ്റും ചെയ്യാതെയാണ് എല്ലാവരുടെ മുമ്പിൽ ഈ പെൺകുട്ടി തലകുനിച്ച് നിൽക്കേണ്ടി വന്നതെങ്കിൽ നിങ്ങളുടെ ഒരു സോറിയിൽ ഈ പെൺകുട്ടിയുടെ മനസ്സിലേറ്റ മുറിവ് മാറ്റാൻ പറ്റുമോ? ഇപ്പൊ എന്താ സംഭവിച്ചേ? മഞ്ഞളിന്റെ ആണിതെന്ന് എന്താ ഉറപ്പ്? ശ്രേയ ഇട്ടേക്കുന്ന മേക്കപ്പിന്റെ ആണെങ്കിലോ? അല്ലെങ്കിൽ തൊട്ടു മുമ്പ് വെച്ച ആഹാരത്തിന്റെ ആണെങ്കിലോ? ഒരു പുഴുവോ ഇവിടെ ഉള്ള എന്തെങ്കിലും പൊടിയോ കാറ്റടിച്ച് മുഖത്ത് വീണതാണെങ്കിലോ? അപ്പൊ എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം അല്ലേ? ഇതൊന്നും പരിഗണിക്കാതെ എല്ലാം മുൻകൂട്ടി കണ്ട പോലെ ഈ പാവം പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ഇവർക്ക് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ.
ഈ കുട്ടിയെ ഉപദ്രവിച്ച ആരും ചോദിക്കാൻ വരില്ല എന്നുള്ള ഉറപ്പ്, അല്ലെങ്കിൽ തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസം. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. ഇതൊന്നും ശരിയല്ല. ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് മാത്രമല്ല മഹി മനസ്സിലാക്കേണ്ടത്, അല്ലാതെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. അയ്യോ, എനിക്കിത് പറ്റുന്നില്ല. ആര് ചെയ്തതാന്ന് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോഴേക്കും ഞാൻ മരിച്ചിട്ടുണ്ടാവും. മോളെ, നീ അങ്ങനെ ഒന്നും പറയല്ലേ. പിന്നെ പറയാതെങ്ങനെയാ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? ശ്രേയ മോളെ. മഹി, നീയും അങ്ങോട്ട് ചെല്ല്. അവളെ ഹോസ്പിറ്റലിൽ കാണിക്കോ അല്ലെങ്കിൽ ഡോക്ടറെ ഒന്ന് വിളിക്കോ, എന്തെങ്കിലും ചെയ്. എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. ചൊറിയുന്നമ്മേ. നാത്തൂനെ, എന്റെ മോളുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. നാത്തൂൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഹൈമാവതി വിഷമിക്കാതെ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയില്ലേ? ഇതങ്ങനെ അറിയാതെ സംഭവിച്ചൊന്നുമല്ല. ആ ദുഷ്ട മനഃപൂർവ്വം എന്റെ മോൾക്ക് കൊടുത്ത പണിയാ ഇത്. എന്നാലും അവൾ എന്തിനാ എന്നോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തതമ്മേ? എന്റെ ജീവിതത്തില് ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടൊരു ദിവസമാണ് നാളെ. ഈ കോലത്തിൽ ഞാൻ എങ്ങനെ നാളെ മണ്ഡപത്തിൽ കയറും? നീ വിഷമിക്കാതെ മോളെ, ഡോക്ടർ ഉടനെ വരും. അതെ, മെഡിസിൻ കഴിച്ചാൽ പെട്ടെന്ന് മാറിക്കോളൂ. മിക്കവാറും മഞ്ഞളുടെ എന്തെങ്കിലും അലർജി ആയതാവും. മഞ്ഞളിന് എന്ത് അലർജി? അലർജിക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഔഷധമാണ് മഞ്ഞള്. അതുകൊണ്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കും? എനിക്ക് ഉറപ്പാ ഇതാ ഗംഗ ഒപ്പിച്ച പണി തന്നെയാ. അവളുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. തെറ്റാര് ചെയ്താലും അതിനുള്ള തക്കതായ ശിക്ഷ കിട്ടിയിരിക്കും. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അവളെ ശിക്ഷിച്ചത് കൊണ്ട് എന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരില്ലല്ലോ. ഇതവള് വിവാഹം നടക്കുന്നതിനുള്ള കുശുമ്പ് കൊണ്ട് ചെയ്തതാ. ഗംഗ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്ത് വർത്തമാനാ മഹി പറയുന്നത്? എന്റെ മോൾക്ക് പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നാ? നിങ്ങളൊക്കെ ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ആര് ചെയ്തതായാലും എന്റെ മുഖം ഇങ്ങനെ ആയില്ലേ? ഞാൻ സ്വപ്നം കണ്ട് കാത്തിരുന്ന ദിവസമാണ് നാളെ. പക്ഷെ ഈ കോലത്തില് ശ്ശോ, ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല. വിഷമിക്കാതെ മോളെ. മഹി, ഇതിന് പിന്നിൽ ഗംഗയാണെന്ന് തെളിഞ്ഞാൽ തക്കതായ ശിക്ഷ തന്നെ അവൾക്ക് കൊടുക്കണം. ആ കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവും വിചാരിക്കരുത്. ഇല്ല, ഞാനായിട്ട് ഒന്നിനും എതിര് നിൽക്കില്ല. ന്യായമായ അമ്മയുടെ തീരുമാനങ്ങൾക്ക് ഞാൻ തടസ്സം നിൽക്കാറില്ലല്ലോ. ഡോക്ടർ ഒന്ന് വേഗാട്ടെ. എന്റെ മോളുടെ മുഖം. നാളെ കല്യാണം നടക്കേണ്ട കുട്ടിയാ. എല്ലാവരുടെയും മുന്നില് അവൾ എങ്ങനെ ഈ മുഖമായിട്ട് നിൽക്കും? നാത്തൂനൊന്ന് സമാധാനിക്കേ, ഡോക്ടർ വന്നില്ലേ? ഞാനൊന്ന് നോക്കട്ടെ.
കുട്ടി കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. സെഡേഷനുള്ള ഇഞ്ചക്ഷനാ. കുറച്ചു നേരത്തേക്ക് ശല്യം ചെയ്യണ്ട. ശരി ഡോക്ടർ. എങ്കിൽ ശ്രേയ റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് പുറത്തേക്ക് പോവാം. ഇവളെ തല്ലിയല്ല കൊല്ലിയാ വേണ്ടത്. എന്റെ മോളുടെ മുഖം കളയാൻ ശ്രമിച്ച് ഇവളെ കൊല്ലിയാ വേണ്ട. അവളത്ര പാവൊന്നുമല്ല. ഞാൻ അവളെ തല്ലിയത് അവള് തെറ്റ് ചെയ്തിട്ടാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മാളു. മനസ്സാവാച അറിയാത്ത കാര്യത്തിന് എല്ലാരും കൂടി ഇന്നെ. ഗംഗ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാനോ ശ്രേയക്ക് അലർജി വരാൻ കാരണം. മാളു വെറുതെ കള്ളം പറയണ്ട. എനിക്കറിയാം മാളു അങ്ങനൊന്നും ചെയ്യില്ല. അല്ല ഗംഗ, ഞാനോ അത് ചെയ്തത്. എന്താ മോള് ചെയ്തത്? ശ്രേയചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഞാനൊരു തമാശക്ക് ചെയ്തതാ. പക്ഷെ അതിന്റെ പേരില് ഗംഗ എല്ലാരും വഴക്ക് പറയുന്ന ഞാൻ ഓർത്തില്ല. ഗംഗ വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ മഹിയോട് പോയി എല്ലാ കാര്യങ്ങളും പറയാം. വേണ്ട മാളു, ഇനിത് ആരും അറിയണ്ട. ഏതായാലും ഇതിന്റെ പേരിൽ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി വെറുതെ ഈ പ്രശ്നം പറഞ്ഞ് മോളോടി വഴക്ക് കേൾക്കണ്ട. അത് സാരമില്ല. അല്ലെങ്കിൽ ഇനിയും ഗംഗയെ വഴക്ക് പറഞ്ഞാലോ? ഇല്ല, അതൊന്നും സാരില്ല. അല്ലെങ്കിലും ശ്രേയയ്ക്കും ഹൈമവതി ആന്റിക്കും ഞാൻ ശത്രു തന്നെയാ. അവർക്കെന്നെ വഴക്ക് പറയാൻ ഈ ഒരു കാരണം കൂടി ആയിന്നല്ലേ ഉള്ളൂ. എന്നാലും ഞാൻ കാരണം ഗംഗയ്ക്ക് ഒരുപാട് സങ്കടമായില്ലേ? അതിലും സങ്കടം മാളു ഇങ്ങനെയുള്ള കുരുത്തക്കേടൊക്കെ കാണിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാ. മാളു നല്ല കുട്ടിയല്ലേ? ആർക്കും ദോഷം വരുന്നൊന്നും മാളു ചെയ്യാൻ പാടില്ല. സോറി ഗംഗ, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഏറ്റവും നല്ല മിടുക്കി കുട്ടിയായിട്ട് വേണം എന്റെ മാളു വളരാൻ. എല്ലാരും മാളുവിനെ കുറിച്ച് നല്ലത് മാത്രം പറയണം. അത് കേൾക്കുന്നതാ ഗംഗയ്ക്ക് സന്തോഷം. മാളു വിഷമിക്കണ്ട, ഗംഗയ്ക്ക് സങ്കടമൊന്നുമില്ല. എനിക്ക് എന്റെ മാളൂട്ടി ഉണ്ടല്ലോ.